ഏതോ ദുർനിമിത്തം കൊണ്ടാണ് ആയുസ് പൂർത്തിയാക്കും മുമ്പ് ഗായത്രി അമ്മയ്ക്ക് മരിക്കേണ്ടി വന്നത്. അങ്ങനെ 6 അരിങ്കൊല മരണം സംഭവിച്ചായിരിക്കും ഈ തറവാട്ടിലെ തലമുറ അന്യം നിന്ന് പോകാൻ സാധ്യതയുള്ളത്. അത് സംഭവിക്കാൻ പാടില്ല. തലമുറ നിലനിർത്തണം, നിലനിർത്തിയേ തീരൂ. അതിനുവേണ്ടിയാണ് ഈ പൂജ നടത്തുന്നത്. ഇപ്പോൾ ഗായത്രി ദേവിയുടെ സ്ഥാനത്ത് പാർവതിയുണ്ട്. ഗായത്രി ദേവിയെ പോലെ തന്നെ ഉദയനൂരമ്മയുടെ അനുഗ്രഹമുള്ളവള പാർവതിയും. അതുകൊണ്ട് ഇന്നത്തെ പൂജ പാർവതിയുടെ കൈകൊണ്ട് നടത്തിയാൽ ഈ വീടിന്റെ നഷ്ടപ്പെട്ട ഐശ്വര്യം 10 മടങ്ങായി തിരിച്ചു കിട്ടും. സന്താന സൗഖ്യങ്ങളാൽ അനുഗ്രഹിക്കപ്പെട്ട് ഇവിടത്തെ തലമുറ അന്യം വരാതെ നിലനിൽക്കുകയും ചെയ്യും. 1,00,000 പേരിൽ 1-2 പേര് മാത്രമേ പാർവതിക്ക് തുല്യം ഈ ഭൂമിയിലുണ്ടാകൂ. അത്ര ഉത്തമയാണ് പാർവതി. എല്ലാവരും രാജകുമാരിയെ പോലെ കൊണ്ടു നടക്കാം അവളെ. നമുക്ക് മാത്രം ഒരു വിലയില്ല. എല്ലാവർക്കും പാർവതി പാർവതി പാർവതി. കൊച്ചിന് പേരിടാനും പഞ്ചായത്ത് നടത്താനും പൂജ നടത്താനും ഒക്കെ അവള് മതി. ഓ, ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് വിറഞ്ഞു കേറാ. എന്താ പല്ലവി, എന്തുപറ്റി? നീ എന്തിനിങ്ങനെ പുലമ്പുന്നത്? ഇവിടുത്തെ ആളുകളുടെ ഒരു പെരുമാറ്റം കണ്ടിട്ടുണ്ടല്ലോ, എനിക്ക് ഭ്രാന്ത് പിടിക്ക. എന്താടോ, താൻ കാര്യം പറയേ. ഇവിടെ ഉള്ളവർക്ക് എന്തിനും ഏതിനും പാർവതി മതിയല്ലോ. അവളെ അവര് തലയിലും താഴത്തും വെക്കാതല്ലേ എടുത്തോണ്ട് നടക്കുന്നത്. അത് നല്ല കാര്യമല്ലേ? പാർവതി ഈ നാട്ടുകാര് ഗായത്രി അമ്മയ്ക്ക് തുല്യം ബഹുമാനിക്കുന്നതില് നമ്മൾ അഭിമാനിക്കല്ലേ വേണ്ടത്? പ്രത്യേകിച്ച് സ്വന്തം അനിയത്തിയായ താൻ. ഓ, അഭിമാനം. ഈ പോക്കെ പോവുകയാണെങ്കിലേ ഇവിടുത്തെ കാര്യം എല്ലാരും ചേർന്ന് പാർവതിക്ക് വേണ്ടി ക്ഷേത്രം പണിത് അവളെ ദൈവമായിട്ട് കണ്ട് ആരാധിക്കുമെന്നാ തോന്നുന്നേ. ചിരിച്ചോ ചിരിച്ചോ. അതൊന്നും കണ്ടിട്ട് എനിക്ക് ഒരു ചിരിയും വന്നില്ല. വരുന്നത് അസൂയായിരിക്കും അല്ലേ? വിപിൻ സാറേ, വേണ്ട കേട്ടോ. അല്ല, ഇപ്പൊ എന്താണോ പുതിയ വിശേഷം? പൂജ. ഇവിടുത്തെ വംശം നിലനിർത്താനായി അവിടെ ഏതോ വിശേഷാൽ പൂജ നടത്താൻ പോവാ. അത് നടത്തുന്നതും പാർവതി തന്നെയാ. അതിന്റെ ഒരുക്കങ്ങൾ അവിടെ നടക്കുക. ആ നേരത്താണോ താൻ ഇവിടെ വന്ന് കുറുമ്പ് കുത്തുന്നത്? ദേ, താൻ അങ്ങോട്ട് ചെന്നേ. എന്നിട്ട് ആ പൂജയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്ക്. ഞാൻ എന്തിനാ അതൊക്കെ ചെയ്യുന്നേ? എനിക്ക് ചേച്ചിയുടെ അത്രയും ദൈവികതയും നന്മയൊന്നും ഇല്ലല്ലോ. എനിക്ക് ഗുണമഹിമയേ ഇല്ലല്ലോ. ഞാൻ വെറും കറിവേപ്പിലയല്ലേ, കറിവേപ്പില. പിന്നെ ഞാൻ എന്തിനാ പൂജയ്ക്ക് സഹായം ചെയ്തു കൊടുക്കുന്നേ, പൂജയില് പങ്കെടുക്കുന്നേ? പല്ലവി, ഞാൻ തന്നോട് പറഞ്ഞില്ലേ, പാർവതിക്ക് ഇവിടത്തുകാര് കൊടുക്കുന്ന ബഹുമാനവും മര്യാദയും എന്റെ വല്യമ്മയ്ക്ക്, അതായത് വിശാലേട്ടന്റെ അമ്മ ഗായത്രി ദേവിക്ക് അവര് കൊടുക്കുന്ന മര്യാദയാ. അത് താൻ മറന്നു പോരുത്. ദേ, നീ എന്റെ അമ്മയുടെ നാട്ടിലേക്ക് ഇടയ്ക്ക് വരണം. ഒരുപക്ഷെ അവിടെയുള്ളവര് നിന്നെ ഇതുപോലെ സ്വീകരിക്കുകയും ബഹുമാനിക്കുകയൊക്കെ ചെയ്യുമായിരിക്കും. പല്ലവി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. വെറുതെ എല്ലാവരോടും വെറുപ്പ് കാണിക്കാതെ ഹാപ്പി ആയിട്ട് കൂളായിട്ട് അവരോട് ഇടപഴകാൻ ശീലിക്കേ. നീ എന്തിനാ പാർവതിയുടെ അനിഷ്ടം കാണിക്കുന്നത്? പാർവതി നമ്മുടെ ജീവിതമൊന്നും നന്നായിരിക്കണമെന്ന് ചിന്തിക്കുന്ന ആളല്ലേ. അപ്പോ ആ പാർവതിയെ കുറിച്ച് നീ ഇങ്ങനെ മോശമായിട്ട് ചിന്തിക്കാൻ പാടുണ്ടോ? ദേ, മനസ്സിലെ നെഗറ്റീവ് ഒക്കെ മാറ്റി വെച്ചിട്ട് നീ പൂജ നടക്കുന്ന സ്ഥലത്തേക്ക് വന്നേ. വേഗം വരണം കേട്ടോ.
സർ. പാർവതി, പൂജയ്ക്ക് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ കഴിഞ്ഞോ? ആയിക്കൊണ്ടിരിക്കുന്നു. സാർ റെഡിയായോ? ഞാൻ റെഡിയായി. അല്ല, നീ ഈ വേഷം മാറുന്നില്ലേ? എനിക്ക് ഇറങ്ങാൻ വേണ്ടി അധിക സമയമൊന്നും വേണ്ടല്ലോ സർ. അല്ല, ഇതേതാ ഈ സാരി? ഇന്ന് നീ ഏത് സാരിയാ ഉടുക്കുന്നേ? അന്ന് ഞാൻ നിനക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് തന്ന ഒരു പച്ച പട്ട് സാരിയില്ലേ, അത് ഉടുത്താ മതി. അല്ല സാർ, അത് എന്തു പറ്റി? അത് അത് സാർ എന്നോട് ക്ഷമിക്കണം. മനസ്സിലായില്ല. ആ സാരി ഞാൻ പല്ലവിക്ക് കൊടുത്തു. പല്ലവിക്കോ? ആ സാരി കണ്ടപ്പോ അവക്ക് അതിനോട് വല്ലാത്തൊരു ഇഷ്ടം. അത് കിട്ടിയാൽ കൊള്ളാന്നൊക്കെ ഒരു തോന്നല്. അങ്ങനെ അവൾ ആ ആഗ്രഹവും വെച്ച് എന്നോടത് ചോദിച്ചു. സാർ എനിക്ക് സ്പെഷ്യലായിട്ട് വാങ്ങിക്കൊണ്ട് വന്ന സാരി ആയതുകൊണ്ട് എനിക്കത് അവൾക്ക് കൊടുക്കാൻ വിഷമമൊക്കെ തോന്നി. അതുകൊണ്ട് അത് തരാൻ പറ്റില്ലെന്നും അതെനിക്ക് വിശാൽ സാറ് പ്രത്യേകം വാങ്ങിക്കൊണ്ട് വന്നതാണെന്നും ഞാൻ അവളോട് 1-2 വട്ടം പറഞ്ഞു. അവളത് കേട്ടില്ല. അവള് വാശി പിടിച്ച് അതെന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു. കൊച്ചുകുട്ടിയായിരിക്കുമ്പോഴേ അവക്ക് ഇതാ സ്വഭാവം. ആഗ്രഹിച്ചത് അവള് നേടിയിരിക്കും. അതില് ആർക്ക് എന്ത് വിഷമം തോന്നിയാലും അവളത് കാര്യാക്കില്ല. അങ്ങനെ നിർബന്ധ ബുദ്ധിയുള്ളവളാ പല്ലവി. സാറ് ദയവേത് എന്നോട്. ശരി ശരി, അതൊന്നും സാരമില്ല. അതവൾ കൊടുത്തോട്ടെ. പാർവതിക്ക് അതുപോലെ വേറൊരെണ്ണം ഞാൻ വാങ്ങിത്തരാം. അയ്യോ, അതൊന്നും വേണ്ട സർ. അത് ഞാനല്ലേ തീരുമാനിക്കുന്നത്. താനിപ്പോ പൂജയ്ക്ക് വേണ്ടി റെഡിയായിട്ട് വാ. സാറിന് വിഷമമായി കാണുമോ? എന്നാൽ പൂജ ആരംഭിക്കട്ടെ. അങ്ങനെ ആയിക്കോട്ടെ. എന്നാൽ വിളക്ക് കൊളുത്താം. ഞങ്ങളുടെ വീട്ടിലെ എല്ലാ മംഗളകാര്യങ്ങൾക്കും സാധാരണ വിളക്ക് തെളിയിക്കുന്നത് പ്രഭാവതി അമ്മയാണ്. അമ്മ തന്നെ തിരി കൊളുത്തട്ടെ. ഏയ്, അത് പറ്റില്ല. അതെന്താ ചേച്ചി തിരി കൊടുത്തിയാല്? ഇവിടെ ഇപ്പോ ഗായത്രി ദേവിയുടെ സ്ഥാനത്ത് ഇന്നുള്ളത് പാർവതിയാണ്. അതുകൊണ്ട് ഈ പൂജ പാർവതിയുടെ കൈകൊണ്ട് വിളക്ക് കൊളുത്തി തന്നെയാവണം ആരംഭിക്കേണ്ടത്. അതാണ് കീഴ്വഴക്കം. അതെ, കീഴ്വഴക്കൊക്കെ അവിടെ നിൽക്കട്ടെ. ഞങ്ങളുടെ കുടുംബത്തില് പൂജാ കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ചേച്ചിയാ. ആ സ്ഥിതിക്ക് ചേച്ചി ഒരു തർക്കം വേണ്ട. കീഴ്വഴക്കങ്ങൾ അതിൻ്റെതായ വഴിക്ക് തന്നെ നടക്കട്ടെ. അത് തെറ്റിക്കാൻ പാടില്ല. തിരുമേനിയുടെ വാക്കുകൾ ധിക്കരിക്കാനും പാടില്ല. പ്രഭാവതി വിളക്ക് കൊളുത്തണ്ട. തിരുമേനി നിർദ്ദേശിച്ചതുപോലെ പാർവതി തന്നെ വിളക്ക് കൊളുത്തണം. എന്താ പ്രഭാവതി, അതല്ലേ ശരി? മതി മതി. പാർവതി വിളക്ക് തെളിയിച്ച് യജമാന സ്ഥാനത്തിരുന്നാ മതി.
കഷ്ടം. ഇപ്പൊ ഈ കുടുംബത്തില് പ്രഭാവതി അമ്മയ്ക്ക് ഒരു നിലയും വിലയില്ലാതായോ? നിങ്ങൾ രണ്ടുപേരും ഇങ്ങോട്ടിരുന്നോളൂ. ആദ്യം ഗണപതി പൂജ. അല്ല, ഇവിടെ ഗണപതിയുടെ ചിത്രങ്ങളൊന്നും കാണുന്നില്ലല്ലോ. വിഘ്നേശ്വരന്റെ ചിത്രം ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് എടുത്തോണ്ട് വരിക. അല്ല, അതിവിടെ ഉണ്ടായിരുന്നതാണല്ലോ. ഇവിടെ ഉണ്ടായിരുന്ന ഗണപതിയുടെ വിഗ്രഹം എവിടെ പോയി? ചിത്രം തന്നെ വേണമെന്നില്ല, ചെറിയൊരു വിഗ്രഹമായാലും മതി. ഞങ്ങൾ ഈ വീട് വൃത്തിയാക്കിയപ്പോ ഇവിടെ ഉണ്ടായിരുന്ന പഴയ ചിത്രങ്ങളൊക്കെ ഒരു പെട്ടിക്കകത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് നോക്കിയാൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഞാൻ പോയി എടുത്തുകൊണ്ട് വരാം. വേണ്ട, ഇദ്ദേഹം പോണ്ട, ഞാൻ പോയി എടുത്തിട്ട് വരാം. പാർവതി, ഇതാ വിളക്ക് കത്തിച്ചോളൂ. അവിടെയും കത്തിച്ചോളൂ.
എല്ലാവർക്കും ആരതി വണങ്ങാൻ കൊടുത്തോളൂ. നിങ്ങളല്ലേ ഗായത്രി ദേവിയെ കൊന്നത്? നിങ്ങളല്ലേ കൊന്നതെന്ന്? നിങ്ങൾ ഈ കുടുംബത്തെ തകർക്കാൻ വന്നതല്ലേ? നിങ്ങളെ വെറുതെ വിടില്ല. ചോരയ്ക്ക് ചോര, പ്രാണന് പ്രാണൻ. രണ്ടിന്റെയും പ്രാണൻ എടുക്കും ഞാൻ. രണ്ടിന്റെയും പ്രാണൻ ഇന്ന് ഞാൻ എടുക്കും. ഇതാ ഈ തീർത്ഥം തളിച്ചോളൂ. പാർവതി, പാർവതി, നിന്നിൽ ദേവി പ്രസാദിച്ചിരിക്കുന്നു. ദേവിയുടെ അനുഗ്രഹം ശരീരത്തിൽ വർഷിച്ചതുകൊണ്ടാണ് കുട്ടി സ്വയം മറന്ന് ഉറഞ്ഞു തുള്ളിയത്. പാർവതിക്കും ഈ വീടിനും ദേവിയുടെ അനുഗ്രഹാശ്വസുകൾ എന്നും ഉണ്ടാകുമെന്നതിൻ്റെ തെളിവാണിത്. പാർവതി ഇനി ദേവിയെ പ്രാർത്ഥിച്ചോളൂ. ഗായത്രി ദേവിയുടെ വിരലടയാളം വിശാലിനും പാർവതിക്കും കിട്ടാത്തത് നമ്മുടെ ഭാഗ്യം. ഇനിയിപ്പോ ഏതായാലും നമ്മൾ തിരികെ പോവല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഈ നാട് അത്ര ശരിയല്ലെന്നാ തോന്നുന്നേ. എത്രയും പെട്ടെന്ന് നമുക്ക് ഇവിടം വിട്ട് പോണം. ഒരു നിമിഷം നേരത്തെ നമുക്ക് ഇവിടുന്ന് എസ്കേപ്പ് ആവണം ചേച്ചി. ഏതായാലും ഇവിടുന്ന് ആയുസ് ഒടുങ്ങാതെ രക്ഷപ്പെട്ടല്ലോ, അത് തന്നെ പുണ്യം.
ചേച്ചി ചേച്ചി ഇറങ്ങുന്നില്ലേ? ദേ അവിടെ എല്ലാരും പുറപ്പെടാൻ ഒരുങ്ങിക്കഴിഞ്ഞു. ചേച്ചി ചേച്ചി എന്താ ആലോചിക്കുന്നേ? ചേച്ചി എന്താ പറ്റി? വരുന്നില്ലേ? എടാ പ്രതാപ, ആ പോകുന്നതിന് മുൻപ് ഈ വീടിന് നമുക്ക് തീ വെക്കണം. അതാ തീ വെക്കാനോ?